ഹലോ ഫാമിലി. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായി. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരിക്കും ഈ സമയത്ത്. അപ്പം ഞങ്ങളും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്, ഫേയ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരുപാട് സ്കൂൾ തിങ്സും പിന്നെ അല്ലാത്ത നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ്, ചെരുപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബാഗ്സ്, കുഞ്ഞുങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രിയം. നമ്മുടെ ഇച്ചു ആണെങ്കിൽ എൽസ ആൻഡ് ആനയുടെ വലിയൊരു ഫാനായിരുന്നു. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അവൾക്ക് ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാഗ്. അവളുടെ ഫേവറേറ്റ് കഥാപാത്രമാണ് എൽസ ആൻഡ് ആന. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ബാഗാണ് ഇതൊരു. സാധാരണ നമ്മൾ ഇത്രയും നാളും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ബാഗിൻ്റെ ടൈപ്പല്ല, ഒരു ട്രാവൽ ബാഗ് ടൈപ്പാണ്. ഇച്ചിരി ഹാർഡല്ല ആക്ച്വലി, പക്ഷേ നല്ല ഇതായിട്ട് നിൽക്കും, സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് ഫ്രണ്ടിൽ ഒരു പൗച്ചുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പെൻസിൽസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. പിന്നെ രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ കോട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വരയ്ക്കും ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും ഓരോ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ സ്പേസ്. ഇതിൻ്റെ അകത്തുമുണ്ട് ചെറിയ പൗച്ചസ്, നമുക്ക് കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഉണ്ട് രണ്ട് സൈഡിലും. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇങ്ങനെ സ്പോഞ്ച് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ബാഗ് ഇപ്പം ഒരു ചുമട്ട് തൊഴിലാളികൾ ചുമന്നുകൊണ്ട് പോകുന്ന പോലെയാണല്ലോ അവർ ഇപ്പം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആ സ്പോഞ്ച് ഉള്ളത് കൊണ്ട് കുറച്ച് ബുക്സ് ഒക്കെ വന്നിങ്ങനെ ഹാർഡായിട്ട് അവരുടെ ബോഡിയിൽ പ്രസ് ചെയ്യത്തില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഒക്കെ ഉണ്ട്. ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് MRP ഇട്ടിരിക്കുന്നത് 3000 ആണെങ്കിലും നമ്മൾ കിട്ടിയത് 1499 ആയിരുന്നു. പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ഈ സെയിം കളറിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെൻസിൽസും അങ്ങനത്തെ സ്കെയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് 295 ആണ് MRP. പക്ഷെ നമ്മൾക്ക് അവർ തരുന്നത് 199 പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ വാട്ടർ ബോട്ടിലാണ്. ഇതും എൽസ ആൻഡ് ആന ക്യാരക്ടേഴ്സിൻ്റെ തന്നെയാണ്. ഇത് നമുക്ക് ഈവൻ ചൂടുവെള്ളം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം മഴയൊക്കെ വരുമല്ലേ, അപ്പം ചെറിയ ചൂടുവെള്ളം കൊടുത്തു വിടുവാണെങ്കിൽ അതും കുട്ടികൾക്ക് നല്ലതാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പ്ലാസ്റ്റിക് അത്ര ഹെൽത്തിയും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചു. ഇതിൻ്റെ വില 490 രൂപയായിരുന്നു. പക്ഷേ അവരുടെ വില 395 എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ട്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ക്വാളിറ്റി വൈസ് നല്ല. നമുക്കിപ്പം ഇതിനെ കഴിഞ്ഞും വില കുറഞ്ഞ സാധനങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ട്. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളുണ്ട്. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഉണ്ട്, നോർത്ത് പോളിൻ്റെ ഉണ്ട്, അല്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളുടെ ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയത് കൊടയായിരുന്നു. ഈവൻ കൊടയും എൽസ ആന തന്നെയാണ്, ഫ്രോസൺ ക്യാരക്ടേഴ്സാണ്. ഇത് ശരിക്കും നമ്മൾ ചെറിയ കുടയായിരുന്നു നോക്കിയത് ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനകത്ത് ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് മാഡം അത് അക്സെപ്റ്റ് ചെയ്തില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇത് വാങ്ങിച്ചു. ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തുറക്കുന്ന ടൈപ്പ് കുടയാണ്. സത്യത്തിൽ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ കാർട്ടൂൺ കഥാപാത്രങ്ങളിലെ സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണല്ലോ. അവരെപ്പോഴും കാർട്ടൂണിനകത്താണല്ലോ അവരുടെ ജീവിതം തന്നെ. അപ്പോൾ ഇത് ക്വാളിറ്റി വൈസ് ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല കുടയൊക്കെ തന്നെയാണ്. 295 രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ നമുക്ക് തരുന്നത് 225 രൂപ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വാങ്ങിയത് സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ ഇടാനുള്ള ചെരുപ്പാണ്. അത് ആസ് യൂഷ്വൽ ഒഡീസിയയുടെ തന്നെയാണ്. എല്ലാ വർഷവും നമ്മൾ അത് തന്നെയാണ് വാങ്ങിക്കുന്നത്. കാരണം എപ്പോഴും ഓടി ഇത് പെട്ടെന്ന് പോകുന്ന ഒരു സാധനം. ഏത് ബ്രാൻഡിൻ്റെ വാങ്ങിയെന്ന് പറഞ്ഞാലും
ഈ ഭാഗം എപ്പോഴും അവരിങ്ങനെ ഓടി തട്ടി തട്ടി ഇവിടെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാറുണ്ട്. അതുകൊണ്ട് ഇതൊരു സ്കൂൾ യൂണിഫോമിന്റെ ഷൂസ് ഒരു മിനിമം 3-4 നമ്മൾ ഒരു വർഷം വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 290 രൂപയായിരുന്നു MRP, 260-ന് നമുക്ക് തന്നത്. ഇത് ഒഡീസിയയുടെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതും ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏത് ക്വാളിറ്റിയുടെ ആണെങ്കിലും ഇവരുടെ ഓട്ടം കാരണം ഈ ഭാഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ മഴയത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു റബ്ബറിന്റെ ഒരു ഷൂസ് കണ്ടത്. വാക്കറൂന്റെ ആയിരുന്നു. ഇതിന് 170 ആയിരുന്നു റേറ്റ്. 189 ആണ് MRP, 170 ആണ് അവർ നമുക്ക് തരുന്ന റേറ്റ്. ഇത് നല്ല ക്വാളിറ്റി ഒക്കെയുള്ള സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു ഞങ്ങൾ ഇച്ചുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഫെയ ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഈ ഷോപ്പ് ഉള്ളത് പാമ്പാടിയിലെ പൊന്നപ്പൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് നല്ല ഒരു ഷോപ്പായിരുന്നു. നമ്മൾ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിലും വാങ്ങിക്കാൻ അവിടെ പോകാറുള്ളതാ. നല്ലൊരു ഷോപ്പാണ്. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലുള്ളതും റേറ്റിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മൾ യൂഷ്വലി അവിടെ നിന്ന് എടുക്കാറുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എടുത്ത ഒരു ഷോപ്പ് ആയതുകൊണ്ട് അതിന്റെ ഷോപ്പിന്റെ പേര് പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഞാനത് അതിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.